നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ നമ്മുടെ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് മോർണിംഗിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് ഞാൻ ഒരു ദിവസം നേരത്തെ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെയും മാർക്കറ്റിന്റെ സംബന്ധമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇന്നലെ വെള്ളിയാഴ്ച, മിനിങ്ങാന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. ആ വെള്ളിയാഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2% S&P ഡൗൺ ആയിരുന്നു. ഡൗ ജോൺസ് ഏകദേശം പറഞ്ഞാൽ 1% മുകളിൽ ഡൗൺ ആണ്. 1.5% ഡൗൺ ഡൗ ജോൺസിന്റെ ഫ്യൂച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ നാസ്ഡാക്കാണ് കുറച്ചും കൂടെ കൂടുതൽ അടിച്ചത്. ഏകദേശം പറഞ്ഞാൽ 2.6% നാസ്ഡാക്ക് അടിച്ചിട്ടുണ്ട്. അത് ഫലമായി നമ്മുടെ യുഎസിന്റെ ഓയില് ഏകദേശം പറഞ്ഞാൽ 68 താഴെ വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ നല്ല നടത്തി ഇറങ്ങിയിട്ടുണ്ട്. ഗോൾഡ് ഏകദേശം 0.7% ഡൗൺ ആയിരുന്നു. അതുകൂടാതെ സിൽവർ ഏകദേശം സിൽവർ ഏറ്റവും കൂടുതൽ 2.5% മുകളിൽ സിൽവർ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി പറയുകയാണെങ്കിൽ ഏകദേശം പറഞ്ഞാൽ 24,773 ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്യുന്നത്. നമ്മുടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം പറഞ്ഞാൽ 130 പോയിന്റിന്റെ മൈനസിലാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ആയിരിക്കുന്നത്. സോ യൂഷ്വലി പറഞ്ഞാൽ നമ്മൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്യാപ് ഡൗണിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി പുതിയ സപ്പോർട്ട് എടുക്കുമോ അതോ ഇനി നമ്മൾ താഴേക്ക് പോവോ എന്നൊക്കെ വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് പ്രൊഫൈലിനെ വ്യൂ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാറ്റിലേക്ക് പോവാമല്ലോ. സോ അതിനു മുമ്പേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പറയാനുള്ളത്, നമുക്ക് നാളെ വരാൻ പോകുന്ന ഒന്ന് രണ്ട് ഇക്കണോമിക് ആയിട്ടുള്ള ഡേറ്റാസ് ഈ വരുന്ന വാക്കുകൾ. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4.2 ആയിരുന്നു. ഇപ്പൊ 4.2 ആയിരുന്നത് കൊണ്ട് മാർക്കറ്റിൽ എന്താണ് അത് റേറ്റ് കൂടാത്തത് കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഈ വരാൻ പോകുന്ന FOMC 18 തീയതി വരുന്ന FOMCയുടെ മീറ്റിംഗ് വരുന്നത് ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിംഗ് സെപ്റ്റംബർ 18 സോ സെപ്റ്റംബർ 18 വേണമെങ്കിൽ അവർക്ക് 0.25 കൂടാതെ ചിലപ്പോൾ 0.5 വേണമെങ്കിൽ കുറയ്ക്കാം. എന്താണെന്ന് ഒരു പറയാൻ പറ്റില്ല. മാർക്കറ്റ് പ്യൂറായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്ലീഷേ മോഡിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഭയങ്കര ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്താണ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു കറക്കമുണ്ട്. നമ്മളെന്താ മലയാളത്തിൽ പറഞ്ഞാൽ ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട്. അതായത് നമുക്ക് എന്താണ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ എന്താണ് ഒരു വൈക്ലബ് അല്ലെങ്കിൽ ഒരു വിഷമ സന്ധിയെ കൂടെയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത്. അപ്പൊ എന്താണ് ഫെഡറൽ റിസർവ് കട്ട് ചെയ്യുമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നാളെ നമുക്ക് വൈകിട്ട് അമേരിക്കൻ മാർക്കറ്റിലെ ഡേറ്റ വളരെയധികം പോസിറ്റീവ് അല്ലെങ്കിൽ കൂടെ അറ്റ്ലാന്റയുടെ ഫെഡറൽ GDP ഡേറ്റ വരുന്നുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവായ കാര്യം ഈ വരുന്ന ആഴ്ചകളിൽ വരുന്നുണ്ട്. പിന്നെ ജപ്പാന്റെ GDP നാളെ വരെയാണ്. അപ്പം ഇന്ന് ജപ്പാന്റെ GDP എന്ന് പറയുമ്പം അത് കുറച്ച് കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ജപ്പാന്റെ GDP ഡേറ്റ നാളെ വരുന്നുണ്ട്. വെളുപ്പം കാലത്ത് 5:20 ആകുമ്പോൾ ആ ഡേറ്റ വരും. ജപ്പാന്റെ GDP. അപ്പൊ ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അതിനെ ബാധിച്ചാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ചൈനീസ് ഡേറ്റയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിനെ എല്ലാം പൊതുവെയുള്ള വേൾഡ് മാർക്കറ്റിനെ ബാധിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ കാലത്ത് മാർക്കറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ വരും. നമ്മൾ ഉറങ്ങി എഴുതിക്കുമ്പം മോർണിംഗിൽ ഇതൊക്കെ ഈ ഒരു ന്യൂസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് ബാധിക്കും. അത് പ്രകാരം മാർക്കറ്റ് കുറച്ച് മൂവ്മെന്റ് ഒക്കെ നടന്ന ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ നമ്മുടെ വ്യൂയിലേക്ക് നമുക്ക് കടക്കാം. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ പ്രകാരം നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. നിഫ്റ്റി ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു. ഓപ്പൺ ഡ്രൈവും അതൊരു ട്രെൻഡ് ഡേ ആവാനുള്ള ചാൻസ് നിഫ്റ്റി തന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ഡേ വരുന്ന സമയത്ത് നമുക്ക് തേർഡ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരണം. നിഫ്റ്റി വന്നിട്ടില്ല. സോ അതുകൊണ്ടൊരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. സോ എ പീരീഡിന്റെയും ബി പീരീഡിന്റെയും സിംഗിൾസിന് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സിംഗിൾ ആണ്. 25,020 എ പീരീഡിന്റെയും ബി പീരീഡിന്റെയും സിംഗിൾസ് ഉള്ളത് കൊണ്ട് നല്ലൊരു സെല്ലിങ് നമ്മളെ മോർണിംഗിലെ മാർക്കറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നിങ്ങൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ നിഫ്റ്റി നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം പറയുകയാണെങ്കിൽ 44,951 സെല്ലിംഗ് നടന്നു. ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് കവറിംഗ് നടന്നെങ്കിൽ കൂടെ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെയും കുറച്ച് ഡെൽറ്റ കവറിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഡെൽറ്റ കവറിംഗ് ഉണ്ടായിരുന്നാൽ കൂടെ പറയണമെങ്കിൽ സ്റ്റിൽ 44,951 ലോട്ടോളം സെല്ലിങ്ങിലേക്കാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പറയണമെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് കവറിങ് ഈ ഒരു ക്യാൻഡിലിൽ ഉണ്ടെങ്കിൽ ചെറിയ കവറിങ് ആണ് സ്റ്റിൽ. എന്നാൽ കൂടെ 30,047 എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് സെല്ലിങ്ങിലേക്കാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ആയിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ 50,933 എന്ന് പറഞ്ഞ വീക്കിലി FA എന്ന ഭാഗത്ത് താഴാവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ
ബ്രിം സപ്പോർട്ടായ 24,855 ഭാഗത്തിന് മുകളിലാണ് അവനും ക്ലോസ് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് പൊട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി സപ്പോർട്ടിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മളെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുമോ അതനുസരിച്ചായിരിക്കും മാർക്കറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ഇറ്റ്സ് എ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. നമ്മുടെ പി ഒ സിയും വിവാപ്പ് ഏകദേശം വന്നിരിക്കുന്നത് 24,972 ഭാഗത്ത് പി ഒ സിയും 24,986 ഭാഗത്താണ് വിവാപ്പ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഇനി നമുക്കൊരു ഫ്രഷ് ഡിമാൻഡ് വരണമെങ്കിൽ 24,975 മുകളിൽ നിന്നാൽ മാത്രമേ മാർക്കറ്റ് തിരിച്ച് കയറാനും, അങ്ങനെയാണെങ്കിൽ ഈ 25,094ഉം ഈ സിംഗിൾ പ്രിന്റും അതിനു മുകളിൽ നമ്മൾ എന്താണ് 25,161ഉം അതിനു മുകളിൽ 25,215ഉം ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റി സംബന്ധിച്ച് കൂടുതലാണ്. ഇപ്പൊ എന്തൊക്കെയാണ് 24,975 ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയുള്ള ഏരിയ. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തല്ലോ. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പൊ 24,975 ആണ് നമ്മളെ 972 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് പി ഒ സി 24,972. ഇപ്പൊ ഇത് നാളെ ഇതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ എത്രയാണ് 25,094 25,094 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും അതിന് മുകളിൽ എത്രയാണ് അതിന് മുകളിൽ 25,161ഉം എത്രയാണ് 25,161ഉം അതിന് മുകളിൽ 25,215 എന്ന് പറയുന്ന ലെവലിലേക്ക് നിഫ്റ്റി പോയി. ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള ഒരു ഏരിയാസ്. ഇനി നോക്കേണ്ടത് നമുക്ക് താഴേക്കുള്ള സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിഫ്റ്റി സംബന്ധിച്ച് 24,850 എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് പി ഒ സി ഉണ്ട്. ഏത് ദിവസത്തെ 23/8 അതായത് 23rd ആഗസ്റ്റിന്റെ ഈ പി ഒ സി സ്ട്രോങ് സപ്പോർട്ട് 24,855. ഇപ്പൊ നമുക്ക് ആദ്യം ആ 24,855 എന്ന സപ്പോർട്ട് മാർക്ക് ചെയ്തേക്കാലോ. നിങ്ങൾക്ക് മനസ്സിൽ കുറച്ചും കൂടി ഈസി ഐഡന്റിഫൈ 24,855 നമ്മളെ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പൊ ആ ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ അതിനുശേഷം ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് എന്താണ്, അടുത്ത വരുന്നത് നമുക്ക് 24,850 പൊട്ടി നാളെ ക്ലോസ് ചെയ്യണമെങ്കിൽ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,756 ആണ്. അപ്പം 24,756 ആണ് അടുത്ത നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്ട്രോങ് സപ്പോർട്ട് 756. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അത് പൊട്ടി നാളെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 756 താഴെ വരികയും അടുത്ത വരുന്നത് എന്താണ് 24,663. എത്രയാണ് 24,663 663 ഈ സപ്പോർട്ടിലേക്ക് നിഫ്റ്റി വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതും പൊട്ടി താഴേക്ക് വരികയാണെങ്കിൽ സെൽ ഓഫ് വരികയാണെങ്കിൽ 24,600 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഏരിയയും നമുക്ക് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ 24,600 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ട് ഇത് ഓർത്തോളുക. 24,972 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,094ഉം അതിന് മുകളിൽ 25,161ഉം അതിന് മുകളിൽ 25,215 ടച്ച് ചെയ്യാം. ഇനി 24,855 നമ്മളെ ബെയറിസ്റ്റ് ആണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 24,756 663 ആൻഡ് 24,600 എന്ന ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് നാളെ കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ നാളത്തെ ഒരു മാർക്കറ്റിന്റെ വ്യൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റി എന്താണ് പറഞ്ഞത്, നമ്മളെ ബാങ്ക് നിഫ്റ്റി 50,993 പറഞ്ഞ 933 പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ക്ലോസ് ചെയ്താണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഒരു ബെയറിഷ് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഡേ ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അത് മൾട്ടി ഡിസ്ട്രിബ്യൂഷനാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി കിടക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ ഇല്ല പി ഒ സി കിടക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ഇപ്പോഴും കിടക്കുന്നത് 51,124 ഭാഗത്താണ്. അപ്പം നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി എന്ന് മാർക്ക് ചെയ്തേക്കാം. എത്രയാണ് 51,124 51,124 പി ഒ സി ആണ് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന് മുകളിൽ പോയാൽ മാത്രമേ ഇത് ബുള്ളിഷ് ആയിട്ടുള്ള റെഫറൻസ് നിങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കേണ്ട മുകളിലോട്ട് പോകും 124 മുകളിൽ നിൽക്കുമ്പോൾ 51,265. സോ 51,265 51,265 ഫസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ഫസ്റ്റ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു കറുപ്പ്. ഓക്കെ. ഇനി അടുത്ത ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ എത്ര അടുത്ത ഒരു 260 മുകളിൽ അടുത്ത നിൽക്കണം 51,370. സോ 51,370 51,370 അത് വരച്ചു. ഓക്കെ. ഇനി അതിന് മുകളിൽ നിൽക്കുമ്പോൾ നമ്മളെ ബി പീരീഡിന്റെ സിംഗിൾ പ്രിന്റ് അല്ലെങ്കിൽ ഏരിയയായ 51,423 ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഇനി അടുത്തുള്ള 51,423 ഇതായിരിക്കും നമ്മളെ അടുത്ത്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,546 51,546 51,546 ഇതായിരിക്കും നമുക്കുള്ള മുകളിലേക്കുള്ള റെസിസ്റ്റൻസ്. ബാക്കി കൃത്യമായി ഓർത്ത് വയ്ക്കുക 51,124 മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 51,265 51 എന്തുവാണ് 51,370
51,423, 51,546 ഈ ലെവലിലേക്ക് മാർക്കറ്റ് പോവാം. ഇനി നമ്മളെ സംബന്ധിച്ച് താഴേക്കുള്ള സപ്പോർട്ട്, അപ്പൊ മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,770 ഭാഗത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഇന്ന് ഒരു സ്പൈക്ക് വന്ന ഏരിയ 758 ഒരു സപ്പോർട്ട് ചെറുതായിട്ട് വരും. അപ്പൊ 50,758 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. സ്പൈക്കിന്റെ ഒരു ലോ ആണ്. അപ്പം ആ സ്പൈക്കിന്റെ സ്റ്റാർട്ടിങ് ഏരിയ ആണ്. അപ്പം 50,750 ഒരു സപ്പോർട്ടാണ്. അതിന് താഴെ വരുമ്പോൾ 50,609 ഒരു സപ്പോർട്ട്, 50,610, 50,610, 50,610 ഒരു സപ്പോർട്ടാണ്. സോ ഇനി ഇതിന് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 50,770, 50,610 വരെ അടുത്ത വരുന്നത് എന്താണ്? അടുത്ത വരുന്നത് എന്ന് വെച്ചാൽ 50,000 എത്രയാണ്? 508, അതായത് 50,508 അടുത്ത സപ്പോർട്ടാണ് 50,508. അതിന് താഴെ അടുത്ത വരുന്ന സപ്പോർട്ട്, ഇവിടെ കുറെ സപ്പോർട്ടുകൾ ഇഷ്ടമുണ്ട്, കാരണം നമ്മൾ ലാർജ് ബാലൻസ് ഏരിയയാണ്. അടുത്തത് 50,411. ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടുകൾ ഈ ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ബാങ്ക് നിഫ്റ്റി ഒന്നും മൂവിയേ ചെയ്തിട്ടില്ല. അതുകൂടാതെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് കുറെ കാലം കടന്ന് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു സപ്പോർട്ട്, ഇഷ്ടംപോലെ സപ്പോർട്ട് കിടപ്പുണ്ട്. 50,411 താഴെ അടുത്താണ് 50,263. അപ്പൊ 50,263, 50,263. അതിന് താഴെ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,104. എത്രയാണ്? 50,104. ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ താഴേക്കുള്ള അടുത്ത സപ്പോർട്ട്. അപ്പൊ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് 51,124, ബെയറിഷ് റെഫറൻസ് 50,610. സോ ഈ ബുള്ളിഷിനും ബെയറിഷിനും ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഭാഗത്ത് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി വളരെയധികം കൂടുതലായിരിക്കും. ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ഡൗൺ ആയിരുന്നു, നിഫ്റ്റിയിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ. ബാങ്ക് നിഫ്റ്റി മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ട്രെൻഡ് ഒരു ഡൗൺ ആണ്, പക്ഷെ ടാർഗറ്റ് തന്നില്ല. നിഫ്റ്റിയിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഫസ്റ്റും സെക്കൻഡിന് അടുപ്പിച്ചപ്പോൾ തിരിച്ച് റിവേഴ്സ് ചെയ്തു. കാരണം ലാർജ് ആയിട്ടുള്ള IB ആയതുകൊണ്ട്, വലിയ ലാർജ് IB ആയതുകൊണ്ട് മാർക്കറ്റ് എന്ത് പറ്റി? ഒരു ഡൗൺവേർഡ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടിലും സെല്ലേഴ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. മാർക്കറ്റ് ഈ ഇന്നത്തെ POC കടന്നിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ഇനി വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസ് ആയിരിക്കും നമുക്ക് വളരെയധികം കൂടുതൽ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. നമ്മുടെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽസ് കൃത്യമായി നിങ്ങൾക്ക് ഈ ലെവലിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഇത് ലെവൽ മാർക്ക് ചെയ്യുക, 5 മിനിറ്റ്സിന്റെ ചാർട്ട് യൂസ് ചെയ്യുക. അതിന് മുകളിൽ താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് സ്കാൽപ്പിംഗ് ചെയ്യുക. നിങ്ങൾ സ്കാൽപ്പർ ആണെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് നിങ്ങൾ സ്കാൽപ്പ് ചെയ്യാൻ നോക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമെങ്കിൽ ഞങ്ങളുടെ ഈ തമ്മിലിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.